കേരളത്തിൻ്റെ ചരിത്ര ഭൂപടത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നാട് നമ്മുടെ തലശ്ശേരി. ബ്രിട്ടീഷുകാർ തെളിച്ചേരി എന്ന് വിളിച്ചിരുന്ന ഈ നഗരം 3 Cകൾക്ക് ലോകപ്രസിദ്ധമാണ്: ക്രിക്കറ്റ്, കേക്ക്, പിന്നെ സർക്കസ്. ഈ 3 കാര്യങ്ങളും ഇന്ത്യയിൽ ആദ്യം എത്തിയത് നമ്മുടെ ഈ കൊച്ചു നഗരത്തിലൂടെയാണെന്ന് എത്ര പേർക്കറിയാം? നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന തലശ്ശേരി കോട്ടയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 1708 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിതീർത്ത ഈ കോട്ട ഇന്നും ആ പഴയ പ്രതാപം ഒട്ടും ചോരാതെ സംരക്ഷിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും വ്യാപാരത്തിൻ്റെയും ഒരുപാട് കഥകൾ ഈ ചുവന്ന മതിൽക്കെട്ടുകൾക്ക് പറയാനുണ്ട്. കോട്ടയ്ക്ക് തൊട്ടടുത്തായി കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന പഴയ കടൽപ്പാലം. ഒരിക്കൽ ചരക്കുകൾ കയറ്റി അയക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ പാലം ഇന്ന് വൈകുന്നേരങ്ങളിൽ തലശ്ശേരിക്കാർക്ക് കാറ്റുകൊള്ളാനും വിശേഷങ്ങൾ പങ്കുവെക്കാനുമുള്ള പ്രിയപ്പെട്ട ഒരിടമാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് തലശ്ശേരി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ആർതർ വെല്ലസ്ലിയാണ് ഇവിടെ ക്രിക്കറ്റ് കൊണ്ടുവന്നത്. 1883 മമ്പള്ളി ബാപ്പു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത് ഇവിടെയാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന സർക്കസ് കുലപതിയുടെ നാടാണിത്. ഇവിടെ ഒരു സർക്കസ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതിയ ഗുണ്ടർട്ട് സാഹിബ് വർഷങ്ങളോളം താമസിച്ചിരുന്നത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിലാണ്. 1908 ശ്രീനാരായണ ഗുരുവിനാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട ക്ഷേത്രമാണിത്, ജഗന്നാഥ ക്ഷേത്രം. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം നൽകിക്കൊണ്ട് കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന് വലിയ പങ്കുവഹിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയിൽ ഇവിടെയാണ് നടന്നത്. കുംഭമാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന 8 ദിവസത്തെ ഉത്സവം തലശ്ശേരിയിലെ തന്നെ വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണിത്. 1806 മൂസക്കാക്ക എന്നറിയപ്പെടുന്ന അറക്കൽ കുടുംബത്തിലെ പ്രമുഖനാണ് ഈ പള്ളി നിർമ്മിച്ചത്. ഡച്ചുകാരുടെ ഉടമസ്ഥതയിലായിരുന്ന ഒരു കരിമ്പിൻ തോട്ടത്തിലാണ് ഇത് പണിതത്. അതിനാലാണ് ഓടത്തൽ പള്ളി എന്ന പേര് വന്നത്. ഒരു തനി കേരളീയ ശൈലിയിലുള്ള ക്ഷേത്ര മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേൽക്കൂര ചെമ്പുപാളികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1862 ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്ഥാപിച്ച BEMP സ്കൂൾ വടക്കൻ മലബാറിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കമിട്ട സ്ഥാപനമാണ്.